ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെയ്മീൻ തേങ്ങാപ്പാൽ കറിയാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചൂലിനായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാതി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 25 ഗ്രാം ചെറിയുള്ളി 2ആയി പൊളന്നത് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളക് കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തക്കാളി പേസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ തക്കാളി ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 5 പീസ് കുടംപുളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്മീൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ 2ആം പാൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഫിഷൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ 1ആം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ 1ആം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അങ്ങനെ നമ്മുടെ നെയ്മീൻ തേങ്ങാപ്പാൽ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.